നസറുള്ള ഒരു നസറുള്ള തീർന്നു. പക്ഷേ ആയിരക്കണക്കിന് നസറുള്ളമാരാണ് ഇപ്പോൾ ഇറാനിലും ഇറാഖിലും ഒക്കെ. ഈ ഹിസ്ബുള്ളയുടെ നേതാവ് തലൈവർ ബോംബ് വീണില്ല, ബോംബ് എന്ന് എഴുതി കാണിച്ചപ്പോഴേ അദ്ദേഹം സ്വർഗത്തിലേക്ക് പോയി. അദ്ദേഹമാണ് ഇപ്പോൾ ധീര പോരാളി. ബോംബ് വീണ് ചത്താൽ നമുക്കതിൻ്റെ അന്തസ്സുണ്ട് പറയുന്നേ. ബോംബെന്ന് നേതാവ് ഏതോ ബോംബ് വരുമെന്ന് പറയുന്നതിന് മുമ്പ് പുള്ളി ആദ്യം മരിച്ചു, പിന്നെ ബാക്കിയുള്ളവരൊക്കെ. ഇപ്പം ഇറാനിലും ഇറാഖിലും ആയിരക്കണക്കിന് നസറുള്ളമാരുണ്ടായിക്കൊണ്ടിരിക്കുകയെല്ലാം പേരിട്ടേക്കും നസറുള്ള. അപ്പം ജീവിക്കുന്നു നസറുള്ള ഞങ്ങളിലൂടെ. അപ്പം ജോണ് പറഞ്ഞ പോലെ ഒരു കാര്യമുണ്ട്. എടാ, ധീരദേശാഭിമാനികളുടെ പേരൊക്കെ നമ്മൾ പിള്ളേർക്ക് ഇടാറുണ്ട്. അതുപോലെ മാത്രമല്ല, നമ്മൾ ഈ യേശു ക്രിസ്തുവിന്റെ പേര് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇടാറുണ്ട്. ശ്രീകൃഷ്ണന്റെ പേര് ഹിന്ദുക്കൾക്ക് ഇടാറുണ്ട്. അതുപോലെ ഈ മുസ്ലിങ്ങളും അതുപോലെ അവരുടെ മുഹമ്മദിനെയൊക്കെ പേരിടാറുണ്ട്. അതെ, എന്നുവെച്ചാൽ ദൈവവും അതുപോലെ പരിപാവനമായിട്ടുള്ള ആൾക്കാരുടെ പേര്. ഇത് ഈ നസറുള്ള എന്ന് പറയുന്ന കഥാപാത്രത്തെ പറ്റി നമ്മൾ ഏറ്റവും അവസാനം പറയുമ്പോൾ, നസറുള്ള എന്ന് പറഞ്ഞ കഥാപാത്രം മിസൈല് കണ്ട് പേടിച്ച് എത്തുപോയല്ല. ഇവൻ ആ ലോകത്ത് മൊത്തമുള്ള തീവ്രവാദ ഗ്രൂപ്പിന്റെ നേതാവ്. ഒരു മിസൈല് വന്ന് ആ മിസൈല് വരുന്ന കണ്ടുകൊണ്ട് പേടിച്ച് ഹൃദയാഘാതം പൂണം മരിച്ചവന്റെ ധൈര്യം എത്രമാത്രം ഉണ്ടെന്നറിയാം. ഈ ഇത്രയും ധൈര്യമില്ലാത്ത ഈ പേടിത്തൊണ്ടന്റെ പേരെടുത്ത് കുഞ്ഞുങ്ങൾക്കിട്ട ആ കുഞ്ഞുങ്ങളുടെ അവസ്ഥ എന്തുമായിരിക്കും ആലോചിച്ചു. അല്ല, ഞാനൊരു ആലോചിച്ചിട്ടെ, ഈ മിസൈൽ ഇങ്ങനെ വരുക, ഈ മിസൈൽ വന്നിട്ട് ഇതിന്റെ മെക്കാനിസം അങ്ങ് തെറ്റിയിട്ട് വഴി തിരിഞ്ഞ് പോയായിരുന്നു ഈ കാലം ജാവത്തില്ലായിരുന്നു. രക്ഷപ്പെട്ടു പോയന്. അപ്പം മിസൈല് ഇവനെ മിസൈലിന്റെ പടം വളരെ കൃത്യമായിട്ട് വരച്ച് കാണിച്ചാലും ചത്തുപോയന്. അതുകൊണ്ട് തന്നെയല്ലേ 2006 ശേഷം വെളിയിറങ്ങിയിട്ടില്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, ഈ 2006 ശേഷം വെളിയിലെങ്ങാത്ത ഈ നസറുള്ള എന്ന് പറയുന്നവന്റെ പുറകെ നടന്നവൻ മൊസാദായിരുന്നു. ഇവൻ എവിടെ ചെന്നിരിക്കുന്നു, ഏത് ബങ്കറിലിരിക്കുന്നു, ആരെല്ലാം കൂടി ചർച്ച ചെയ്യുന്നു, എന്തെല്ലാം ആലോചിക്കുന്നു, ഏത് രാജ്യത്തിന് വേണ്ടി എതിരെ നീങ്ങുന്നു, ഇത്തരത്തിൽ എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായിട്ട് ഇരിക്കുന്ന സമയം ചെയ്യുന്ന ആ സമയം തന്നെ മൊസാദിനെ അയച്ചു എടുത്തുകൊണ്ടിരുന്നത്. അതായത് ഇവരുടെ വിശ്വസ്തൻ, ഇറാന്റെ വിശ്വസ്തരായിട്ടുള്ള 20 ചാരപ്രവർത്തകർ, അതുപോലെ തന്നെ മൊസാദ്, ഈ തീവ്ര ഹിസ്ബുള്ളയുടെ തീവ്ര ഗ്രൂപ്പുകൾ, അതായത് ഇദ്ദേഹത്തിന് ഏറ്റവും വേണ്ടപ്പെട്ടവരായിട്ട് നടന്നിട്ടുള്ള പ്രധാനപ്പെട്ട 2 സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ മൊസാദിന്റെ ഏജന്റുമാരായിരുന്നു. ഇപ്പോഴൊക്കെ വെളി വരുന്നേ പറഞ്ഞ മനസ്സിലായില്ലേ? ഇവൻ എവിടെ ഇരുന്നിട്ട് എന്തുവാ കാര്യം? ഇവന്റെ പേരെടുത്ത് പിള്ളേർക്കിട്ട പിള്ളേർ പോലും നയിച്ചു പോകത്തില്ലേ? ഈ കഥ നാളെ കാലത്തെ യഥാർത്ഥ കഥ ഈ പിള്ളേർ വിവരമില്ലാത്ത എന്തെന്നുള്ളതാണല്ലോ ഈ പേരിട്ടേക്കുന്നത്. ഇപ്പൊ എന്നിട്ട് ഈ ചരിത്രമൊക്കെ പറഞ്ഞു കൊടുക്കുമല്ലോ, മോനെ നസറുള്ള എന്ന് പറയുന്ന ആരാണെന്നറിയാം, എങ്ങനെയൊക്കെ അറിയാം. ഇവൻ ഈ യഥാർത്ഥ കഥ കുറച്ച് കഴിയുമ്പോൾ ബോധമുള്ള ഇറക്കാനാണെങ്കിൽ ഈ യുദ്ധവും കാര്യങ്ങളും നമ്മുടെ ഈ ഹിസ്റ്ററി ഒക്കെ പഠിക്കുമല്ലോ. എന്നിട്ട് ആരാ യഥാർത്ഥ നസറുള്ള, ഇവനെങ്ങനെയാ ചത്ത, അത് ബോംബ് വന്നപ്പം അത് കണ്ട് പേടിച്ച് തൂറി ചത്തതാ, ഇവന്റെ പേരാന്ന് എനിക്ക് എടുത്തിട്ടെന്ന് പറഞ്ഞ ഈ തന്തേം തള്ളേം തല്ലത്തില്ലേ പിള്ളേർ? അല്ലെന്ന് ആലോചിച്ചു. അതുപോലെ ഇവിടുത്തെ ഈ PFIക്കാരുടെ കാര്യം സത്യം, നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു ചർച്ച ചെയ്ത ഇവരിവിടുത്തെ വലിയ പറയത്തില്ലേ, PFIക്കാരുടെ ഒക്കെ പ്രസംഗം കേട്ടില്ലേ? PFIക്കാരുടെ നേതാക്കന്മാർ ഈ പരിപാടിയൊക്കെ വരുമ്പോഴേ ഇപ്പം നമ്മൾ നോക്കുമ്പോൾ അവിടുത്തേക്ക് ഈ മുഖമൊക്കെ മൂടിക്കെട്ടി കുറെ ആൾക്കാർ ഇങ്ങനെ വരും. എന്നിട്ട് ഇവർ വന്നിട്ട് ചുമ്മാ റോഡ് നടക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങ് ചാടും, വണ്ടി തടഞ്ഞു നിർത്തുക, ഒരു വല്ലാത്തൊരു അന്തരീക്ഷം. അപ്പൊ നിൽക്കുന്നവർക്കെല്ലാം ഒരു ഭീതിജനകമായി. ഇത് ട്രെയിനിങ്ങിന്റെ ഭാഗമായിട്ടാണ് ആണ് ഇവർ വരുന്നത്. പണ്ട് മദനി ഇങ്ങനെ ഉണ്ടായിരുന്നു. മദനി വരുന്നതിന് മുമ്പ് കമ്പൊക്കെ പിടിച്ചോണ്ട് ഒരു ബ്ലാക്ക് കാർഡ്സ് ഒക്കെ വരുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും നിൽക്കുന്നു, വണ്ടിയൊക്കെ ഇങ്ങനെ വരുന്നു, അവർ ഇറങ്ങി വണ്ടി അങ്ങ് നിയന്ത്രിക്കുന്നു, ആൾക്കാരെ നിയന്ത്രിക്കുന്നു, പോലീസൊക്കെ. അപ്പൊ ഇത് ഏതാണ്ട് ഭീകര അന്തരീക്ഷം സൃഷ്ടിച്ച് ആൾക്കാരുടെ ശ്രദ്ധ വരുത്തുക. ഇല്ല, റോഡെ നടന്നു പോയ മൂപ്പിലേനെ തല്ലിക്കൊന്ന് DHR അമ്മന്റെ കാര്യം പറഞ്ഞാൽ ഇതുപോലെ ഇവർ വരുമ്പോഴും ഇങ്ങനെ PFIയുടെ ഒരു പരിപാടി വന്നു കഴിഞ്ഞാൽ, ഒരു ജാഥ പോയി കഴിഞ്ഞാൽ ഒരു വല്ലാത്ത അന്തരീക്ഷം സൃഷ്ടിക്കുക. അതായത് ഇവരെ കാണുമ്പോഴേ ആൾക്കാർ ഭയപ്പെട്ടു പോകുന്ന രീതിയിലേക്കുള്ള ഒരു അന്തരീക്ഷം സൃഷ്ടിച്ച് മുന്നോട്ട് പോകുന്ന ഒരു രീതിയുണ്ട്. ഇവരാണ് പ്രസംഗിക്കുന്നത്. ഇപ്പോൾ ഇവർക്കെതിരെ ആരെങ്കിലും നീങ്ങിയാൽ പോലീസ് ഉദ്യോഗസ്ഥന്റെ പ്രത്യേകിച്ച് കേസെടുത്ത്, എടോ നിന്നെ എനിക്കറിയോ, നിന്റെ ഭാര്യയെ എനിക്കറിയോ, നിന്റെ കുഞ്ഞുങ്ങളെ എനിക്കറിയോ, ആ വീടിന്റെ വഴി എനിക്കറിയാം, ആ റൂട്ട് എനിക്കറിയാം, എടാ ഇവനെ അല്ലയോ വെളുപ്പാൻ കാലത്ത് 3:30 കയറ്റിയ വണ്ടിയിൽ അവിടെ കൊണ്ടുപോയി വൃത്തിയായിട്ട് NIA-കാരൻ ഷൂ നിലത്തി ഔട്ടിയപ്പോ കണ്ടിയിട്ടോണ്ട് കാര്യം പറഞ്ഞു. തീവ്രവാദിയാ സത്യം പറഞ്ഞു. എനിക്ക് വ്യക്തമായിട്ട് അറിയാം. എൻ്റെ അടുത്ത് നമുക്ക് വേണ്ടപ്പെട്ടൊരു ഉദ്യോഗസ്ഥൻ പറഞ്ഞതാ, വളരെ പ്രയാസപ്പെടുമെന്ന് വിചാരിച്ചാ പ്രശാന്തേ, ഒന്നും സംഭവിച്ചില്ല. ഷൂ നടത്തി കിട്ടിയപ്പം പേടിച്ച് മൊത്തമൊക്കെ ചോദിക്കാത്ത കാര്യം കൂടെ പറഞ്ഞു. സാറേ അവിടെ ഇവിടെ എല്ലാം ഉണ്ട്, അവനില്ല അതിനകത്ത് വീട്ടുകാരൻ. ഞങ്ങളുടെ അടുത്തൊരു സംഭവം ഉണ്ടായി, ഞാൻ തമാശ പറഞ്ഞില്ല. അവിടെ PFIയുടെ പറക്കോട്ടുള്ളൊരു നേതാവ്
ഈ റെയ്ഡുമായിട്ട് സംബന്ധിച്ച് മൊത്തം അടുത്ത് റെയ്ഡ് ചെയ്തല്ലോ. ഇയാൾ ജില്ലാ നേതാവാണ്. ഇവൻ എങ്ങനെ രക്ഷപ്പെട്ടിട്ട് ജോണെ കള്ളം പറയുന്നില്ല, അന്ന് മൊബൈലിന്റെ ഫോൺ ഓഫ് ചെയ്ത് ഇന്നും അവൻ ഓൺ ചെയ്തിട്ടില്ല. സത്യമായിട്ടുള്ള അവൻ ഇന്നും ഓൺ ചെയ്തിട്ടില്ല. അവന് വേറെ വെച്ച് കണ്ടപ്പോൾ എന്റെ ഒന്ന് വെച്ചാട്ടാ കാര്യമൊക്കെ ഞാനിത് കൊള്ളാമെന്ന് പറഞ്ഞിട്ട് കൂടെ നടന്നാല് പറയാനൊക്കെ കൊണ്ട് ആ തല്ലൊന്നും കൊള്ളത്തില്ലെന്ന് പറഞ്ഞാൽ എനിക്കിതും വേണ്ട, അതിന് കാര്യം വേണ്ട, എങ്ങനെയും ജീവിച്ചാൽ മതി, എനിക്ക് മൊബൈലും വേണ്ട. അവന് അവിടെ പിന്നെ എത്ര മാസം നാട്ടിൽ വന്നില്ലെന്നറിയോ. പിന്നെ അവർ വൃത്തിയായിട്ട് അന്വേഷിച്ച് ഇതിനെ കൊണ്ട് കാര്യമൊന്നുമില്ല. അപ്പോൾ അവരെ കളഞ്ഞിട്ട് പോയി. കാരണം ഈ അവിടെ ഓഫീസ് ഉണ്ടായിരുന്നു, അതിന് റെയ്ഡ് നടത്തിയിട്ട് ഇതിന് പ്രധാനപ്പെട്ട നേതാവൊക്കെ ആയിരുന്നു. അത് പലരും പ്രധാനപ്പെട്ട പല കക്ഷികളും ഇതുപോലുള്ള ചിലവർക്ക് ഇതിൻ്റെ കൂടെ നടന്ന് അത്യാവശ്യം വിഷയമൊക്കെ ഉണ്ടാക്കി, അല്ലെങ്കിൽ അടി പിടിയൊന്നും മേടിക്കുക, സാമ്പത്തിക ഗുണമൊക്കെ ഉണ്ടാക്കി മുന്നോട്ട് പോകുന്നുണ്ട്. കൃത്യമായി അതിൻ്റെ ലൈനായിട്ട് പോകുന്നില്ല. അതിനകത്ത് ഒരു 50% ആൾക്കാരെ ഈ അതേ ലൈനപ്പിൽ പോകുന്നുള്ളൂ, ബാക്കിയുള്ളതിൻ്റെ കൂടെ നടക്കുക. പിന്നെ ഗ്രാജുവലി അങ്ങ് ആയിക്കോളും എന്ന് പറഞ്ഞ പോലെ ഈ നസറുള്ളയുടെ പേര് ഈ പിള്ളേർക്കെല്ലാം കൂടെ എടുത്ത് ആയിരക്കണക്കിന് പിള്ളേർ വന്നിട്ട് ഈ അവസാനം ഈ പിള്ളേർ ഈ തന്തയും തള്ളയും തന്നെ തിരിഞ്ഞ് ചീത്ത വിളിക്കുന്ന ഒരവസ്ഥയിലേക്ക് പോകും. കാരണം ഇതിൻ്റെയൊക്കെ കാലം ഏതാണ്ട് അവസാനിക്കാറായി. ലോകത്തുടനീളമുള്ള ഇത്തരമാതിരിയുള്ള ഗ്രൂപ്പുകളുടെ കാലം തീർന്നു പോകുന്ന ഒരു അവസ്ഥയിലേക്കാണ്. കാരണം എല്ലാ രാജ്യങ്ങളിലും ഇത്തരത്തിലുള്ള ആൾക്കാരെ ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു ജനത തന്നെ രാജ്യത്തിനകത്തും ഭരണത്തിനകത്തും ഒക്കെ രൂപപ്പെട്ടു വരുന്നുണ്ട്. തീവ്രവാദികളെ നശിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സമൂഹം നേരത്തെ ഉണ്ടെങ്കിൽ തന്നെ ഇപ്പം അതിന് ആർജവും കൂടിയിട്ടുണ്ട്. ഇസ്രായേലിൻ്റെ ഈ യുദ്ധപ്രഖ്യാപനവും അത് അനുസരിച്ചുള്ള നീക്കവും കൂടെ വന്നതോടുകൂടി അതിനുവേണ്ടി എല്ലാവരും തയ്യാറെടുക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പം നസറുള്ള എന്ന് പേരിട്ട് ഈ മതം ദുർവ്യാഖ്യാനം ചെയ്ത് വിറ്റ് തിന്നുന്ന ചില ആൾക്കാരുണ്ടല്ലോ, അവരാ കുഞ്ഞുങ്ങൾ തന്നെ നാളെ കാലത്ത് ബോധമുള്ള കുഞ്ഞുങ്ങളായിട്ട് വളർന്നു വന്നാൽ ഈ തന്തയും തള്ളയും പഴിക്കുകയും തന്തയും തള്ളയും അല്ലെങ്കിൽ ചീത്ത പറയുകയൊക്കെ ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് പോകും. എന്തായാലും നസറുള്ളയുടെ യഥാർത്ഥ കഥ കേട്ടാൽ ആരും ആ പേരിടത്തില്ല. നസറുള്ള എന്നുള്ളത് ഈ നസറുള്ള ഇറാഖിലും ഇറാനിലും ഒക്കെയുള്ള ആളുകൾക്ക് ഇപ്പോഴും ഒരു വിഭാഗം ആളുകൾക്ക് വീരപുരുഷനാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ പേര് ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്കൊക്കെ ഇയാളുടെ പേരിടുന്നത്. നമ്മൾ ഈ ഇദ്ദേഹം അദ്ദേഹം എന്നൊക്കെ പറയരുത് എന്ന് നമ്മുടെ വീഡിയോയുടെ കമൻറ്റിലേക്ക് നമ്മളങ്ങ് പറഞ്ഞു പോകുന്നത്. ഇദ്ദേഹം എന്ന് പറയുന്നത് ബഹുമാന സൂചകമായിട്ട് പറയുന്നതല്ല, ഇത് പറഞ്ഞു വരുമ്പോൾ അങ്ങനെ നമ്മളങ്ങ് പറയുന്നതാ. പിന്നെ അപ്പോൾ നസറുള്ളയോട് വീര ആരാധനയുള്ള കുറെ ആളുകളുണ്ട്. അവരാണ് ഈ കുഞ്ഞുങ്ങൾക്കൊക്കെ ഈ പേര് ഇപ്പോൾ ഇടുന്നത്. അവരുടെ വീരപുരുഷനാണ്. പക്ഷെ അവരെ വീരപുരുഷന്റെ നേരത്തെ പ്രശാന്തേട്ടൻ പറഞ്ഞ പോലെ അവരുടെ വീരപുരുഷൻ ഒരു മിസൈൽ കണ്ട് ബോധം കെട്ട് ഇത് എന്താ വരുന്നതെന്ന് പോലും അറിയുന്നതിന് മുമ്പ് മരിച്ചുപോയി. അങ്ങനെയുള്ള ഒരാളാണ് ആളുടെ പേര് ഈ പിള്ളേർ കിട്ടുക. ആ പിള്ളേര് ഒരുപക്ഷെ നസറുള്ളയേക്കാൾ തന്റെ ഇടവും ധൈര്യം നസറുള്ളയെക്കാളും നല്ല പിള്ളേരെ കുറച്ച് ദിവസം കഴിയുമ്പോൾ നമ്മുടെ കുഞ്ഞിന് കഴുത എന്നൊക്കെ പേരിട്ട് എന്ത് ചെയ്യും? കഴുത കുരങ്ങെന്നൊക്കെ പേരിടുവോ? ആ നാളെ കാലത്തെ പിള്ളേർക്ക് ഓരോ ആയി കഴിയുമ്പോൾ അത് നീറ്റി ഒന്ന് ചോദിക്കും, ഇയാളെന്തോടെ എന്റെ പേര് കഴുതെന്നിട്ട് ഇല്ല കുരങ്ങെന്നിട്ട് എന്നൊക്കെ ചോദിക്കത്തില്ല. എന്ന് പറഞ്ഞാൽ ഈ പിള്ളേർക്ക് ബോധമായിട്ട് വരുമ്പോൾ നാളെ കാലത്ത് എന്നെ ചോദിക്കത്തില്ല, ഇയാളെന്ന് ഈ നസറുള്ള എന്റെ പേരിട്ട് ഇവന്റെ കൂട്ട് മിസൈലിന്റെ പടം കണ്ടപ്പോൾ വീണി അത്തോന്റെ ഒക്കെ പേര് എന്റെ അടുത്ത് എടുത്തിടുവാന്ന് ലോകം നശിപ്പിക്കാൻ എന്നോന്റെ എന്ന് പറഞ്ഞിട്ട് പിള്ളേർ ചോദിക്കും. പിള്ളേർക്ക് ബോധമുള്ള പിള്ളേരായിട്ട്, കാരണം നാളെ കാലത്തെ ബോധമുള്ള പിള്ളേരാവാനാണ് സാധ്യത. അല്ല, അതാ ഞാൻ പറഞ്ഞത്, നസറുള്ളയേക്കാൾ ധൈര്യമുള്ള കുട്ടികളായിരിക്കും വളർന്നു വരുന്നത്. ഉറപ്പായും. അപ്പോ ഈ പേടിച്ചു തൂറിയായ നസറുള്ളയുടെ പേരിട്ട് അവരെ അപമാനിക്കുന്നത് ശരിയല്ല എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. അതെ, നമ്മൾ എന്തൊക്കെ പറഞ്ഞ നമുക്ക് പണ്ട് സിനിമാ താരം ജയൻ മരിച്ച സമയത്ത് അങ്ങനെ ആരാധനയുള്ള ഒത്തിരി ആളുകളുണ്ട്. അപ്പോൾ അങ്ങനെ കുറേ ആളുകൾക്ക് ജയൻ, അതുപോലെ പ്രേം നസീർ എന്നുള്ള പേരൊക്കെ വ്യാപകമായിട്ട് വന്നത്. അതുപോലെ നമുക്ക് ഈ ലെനിൻ എന്നുള്ള പേര് ഒരു കാലത്ത് കുട്ടികൾക്ക് കിട്ടുന്നു. ലെനിൻ, അതായത് കമ്മ്യൂണിസത്തോട് ആഭിമുഖ്യമുള്ള ആളുകൾ, ഇവിടെ ജനിക്കുന്ന കുട്ടികൾക്ക് ലെനിൻ എന്ന് പേരിടുക. സ്റ്റാലിനോട് ആരാധനയുള്ള ആളുകൾ സ്റ്റാലിൻ എന്ന് പേരിടുക. അപ്പൊ അങ്ങനെയൊക്കെ ഈ ചരിത്രം. ഇപ്പൊ ഹിറ്റ്ലർ എന്നുള്ള പേര് മാത്രം അങ്ങനെ ആരും ഇല്ല, ഹിറ്റ്ലർ എന്ന പേരില്ല, ഇട്ടിട്ടില്ല. വളരെ അതെ, അതെ, ഒരു വേറൊരു തരത്തിൽ നിൽക്കുന്ന ആളായതുകൊണ്ട് ഇവിടെ ഇട്ടിട്ട് വേറെ തരത്തിൽ എന്ന് പറഞ്ഞാൽ അത് എല്ലാരും കൊല്ലുന്നു അല്ല, അതിനകത്ത് അങ്ങനെ ഒരു പരിവേഷമുള്ള ആളായിട്ട് ലോകം ചിത്രീകരിച്ചിരുന്ന ഒരു മനുഷ്യൻ. അതെ, അതെ. അപ്പൊ അങ്ങനെയുള്ള ഒരാളുടെ പേര്, അപ്പൊ ആ ബോധം നമ്മുടെ ഇവിടെയൊക്കെയുള്ള ആളുകൾക്കുണ്ട്. വളരെ പുറകെ നിന്ന് വളരെ കാലം മുമ്പേ ആ ബോധമുണ്ട്. ഇപ്പൊ ഈ ബോധം ഇല്ലെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാനൊക്കും? പോട്ടെ, ഹിറ്റ്ലറിന്റെ പേരങ്ങ് ഇട്ടാലും കുഴപ്പമില്ല, ഈ നസറുള്ളയുടെ പേരിട്ടാലും. ഹിറ്റ്ലർ ഈ പറഞ്ഞതുപോലെ അവസാനം അല്ല, ഹിറ്റ്ലർ എന്തെല്ലാം നടത്തിയാണ്. ഹിറ്റ്ലർ വളരെ കൊച്ചുനാളിൽ ഈ ജൂതന്റെ എന്തോ അല്ലെങ്കിൽ ജൂത സമൂഹത്തിന്റെ ഒരു പ്രശ്നം വെച്ചിട്ട് ഇതായി പോയ മനുഷ്യനാ. അപ്പം അതിനുശേഷം അദ്ദേഹം അവരോടുള്ള വൈരാഗ്യം വെച്ച് എന്തെല്ലാം ചെയ്തു. അവസാനം അവർ കൊല്ലുമെന്ന് വന്ന് കണ്ടപ്പോൾ അയാൾ ആത്മഹത്യ ചെയ്തത്, അവരുടെ കൈ കൊണ്ട് മരിക്കാൻ വയ്യായിരുന്നു. അയാളെ വെച്ച് നോക്കുമ്പോൾ അയാൾ സ്വയം ഈ നസറുള്ളയൊക്കെ എങ്ങനെ റോക്കറ്റിന്റെ പടം കണ്ടപ്പം മറിഞ്ഞു വീണി അത്തവൻ അതിന്റെ മനസ്സിലായില്ലേ അവന്റെ പേരെടുത്ത് പിള്ളേർക്ക് എന്നുള്ള കാര്യം നമ്മൾ പറയാം. അത് പുറം ലോകം കണ്ടിട്ടില്ലല്ലോ. പുറം ലോകം 2006 ശേഷം പുറം ലോകം കണ്ടിട്ടില്ല.
പുറം ലോകത്ത് ഇറങ്ങി വരാൻ പേടിയായിരുന്നു. ഈ പേടിത്തൂറിയാണല്ലോ ദൈവമേ ഈ 10 വരുന്ന പിള്ളേർക്കെല്ലാം പേരിടുന്നത്. പിള്ളേരെ കൈകാര്യം ചെയ്ത് കളയും. അതായത് ഈ പേടിച്ച് തൂറി കാലങ്ങളായിട്ട് കൊല്ലങ്ങളായിട്ട് ശുദ്ധവായു പോലും ശ്വസിക്കാതെ ബങ്കറുകളിൽ കഴിഞ്ഞിരുന്ന ഈ നസറുള്ളയുടെ പേരെടുത്ത് കുഞ്ഞു പിള്ളേർക്ക് ഇട്ടാൽ കുഞ്ഞുങ്ങൾ നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ വളർന്നു വരുമ്പോൾ ഉറപ്പായിട്ടും ഈ തന്തയും തള്ളയും എന്തെങ്കിലും ചെയ്താലും നമുക്കൊന്നും കുറ്റം പറയാൻ പറ്റും.